ഡാ അപ്പൂപ്പൻ ഗ്രൂപ്പിൽ ഇട്ടേക്കുന്നുണ്ടോ? മലയാളത്തിലെ ഏറ്റവും മികച്ച ട്രിളജി ഏത്? ഏതാ? ഇംഗ്ലീഷിൽ നമ്മുടെ ഇത് ഗോഡ് ഫാദർ, ഡാർക്ക് നൈറ്റ് ട്രിളജി. മലയാളത്തിലെ ഇത് നാടോടിക്കാറ്റ്. നാടോടിക്കാറ്റ്, പട്ടൺ പ്രദേശക്കരെ അതുണ്ട്. ഹരിഹർ നഗർ, ഇൻ ഹരിഹർ നഗർ ടു ഹരിഹർ ഗോസ്റ്റ് ഹൗസ്. ശരിയാണ്, എനിക്ക് തോന്നുന്നു അതൊക്കെയാണെന്ന് തോന്നുന്നു. നോട്ടെ, ആൻസർ പറയാം. ദ സൂര്യ ട്രിളജി. സൂര്യ ട്രിളജിയോ? അതായത് സൂര്യയുടെ പടങ്ങളെല്ലാം ആണോ? സൂര്യ, ഞാൻ നോട്ടെ. ദ സൂര്യ ട്രിളജി. The Surya Trilogy is a fan-made trilogy of the super-hit movies Suryavanam, Suryakireedam and Ezham Suryan. Although there aren't any cast-crew relations between the movies, over the years fans have come to the conclusion that in many ways these movies have a blissful connection and hence the formation of the trilogy. In Malayalam they are also called Surya Trayam, Suryavanam, Suryakireedam, Ezham Suryan. Recognition recognized by fans worldwide. ഓക്കെ, തൊട്ട് സമയം കിടന്നില്ല, കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ആയിരിക്കും. 3 പടങ്ങൾ റിവ്യൂ ആണ്. പക്ഷേ വെയിറ്റ്, അതിന് മുമ്പ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് കാണും, അവൻ എന്തോ കാര്യമായ കുഴപ്പമില്ല, അവൻ എന്തിനാ ഈ 3 പടമൊക്കെ ഇരുന്ന് കണ്ടത്? അല്ല, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. ഓക്കെ, ഫസ്റ്റ് പടമാണ് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ഫക്ഡ് അപ്പ് പടം. ലൈക്ക് ഇഫ് യു തിങ്ക് അർജുൻ റെഡ്ഡി ആൻഡ് കബീർ സിംഗ് ആർ പ്രോബ്ലമാറ്റിക്, യു ഹാവൻ സീൻ ഏഴാം സൂര്യൻ. സിനിമ തുടങ്ങുന്നത് കുറേ വാഴകളെ കാണിച്ചുകൊണ്ടാണ്. ഈ വാഴകളെല്ലാം കൂടെ കൂട്ടം കൂടി താമസിക്കുന്ന ഒരു തറവാടുണ്ട്, വാഴക്കൂട്ട് തറവാട്. വാഴക്കോട് അവൻ വാഴക്കോട്ട വാഴക്കോട്ട വാഴക്കോട് വാഴക്കോട്ട് വാഴക്കോട് ഉണ്ണി വാഴക്കോട് ഐ ഗെറ്റ് ഇറ്റ്. വാഴക്കോവിലകത്തെ സന്തതി ശ്രീകുട്ടൻ തമ്പുരാനാണെങ്കിൽ വാഴക്കൂട്ട സന്തതിയാണ് ചിത്രഭാനു. ഞാൻ ചിത്രഭാനു. ചിത്രഭാനു മാസ. ചിത്രഭാനു എവിടെയും മതിക്കും. ചിത്രഭാനു എവിടെയും മതിക്കും. സിനിമ തുടങ്ങുമ്പോൾ ചിത്രഭാനു ഒളിച്ചോടാൻ ശ്രമിക്കുന്ന 2 പേരെ സഹായിക്കുകയാണ്. ഇവർ ഒളിച്ചോടി സന്തോഷിച്ച് ചിത്രഭാനു നിർത്താതെ ചിരിക്കുന്ന ഒരു പെണ്ണുമായിട്ട് ഐറ്റം ഡാൻസ് ചെയ്യും. ഓക്കെ, ഇതിനുശേഷം ചിത്രഭാനുവിന് വേറൊരു കോള് വരും. വേറെ 2 പേര് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഗോപിയെ കാണാനില്ല. ഇത് കേട്ട ചിത്രഭാനു ഒളിച്ചോടാൻ ശ്രമിക്കുന്നവരെ അടിക്കും. അതായത് ചിത്രഭാനു ചിലരെ രക്ഷിക്കും, ചിലരെ അടിക്കും. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ചിത്രഭാനു എവിടെയും മതിക്കും. ചിത്രഭാനു എവിടെയും മതിക്കും. മൂവിങ് ഓൺ. ആ ഒളിച്ചോടാൻ ശ്രമിച്ചവരിൽ പയ്യനെ ചിത്രഭാനു അടിച്ച് റൊട്ടിയാകും. എന്നിട്ട് പെണ്ണിനെ ചിത്രഭാനുവിൻ്റെ തറവാട്ടിൽ പൂട്ടിയിടും. എന്നിട്ട് ചിത്രഭാനു മാസമായിട്ട് അവളെ മുമ്പിൽ പോയി നിൽക്കും. അപ്പോൾ അവള് ചിത്രഭാനുവിൻ്റെ മുഖത്ത് തുപ്പും. പക്ഷെ തുപ്പിയാ അറിയാലോ, ചിത്രഭാനു മൊളസ്റ്റ് ചെയ്യും. അടുത്ത ദിവസം രാവിലെയാവും ചിത്രഭാനുവിൻ്റെ മാമനായ ചക്കരമാമ ഇതിനെപ്പറ്റി അറിയും. ചക്കരമാമയ്ക്ക് ദേഷ്യം വരും. ചക്കരമാമയ്ക്ക് അറിയത്തില്ല ആരെയാ പഴിക്കേണ്ടതെന്ന്. ഞാൻ ആരെയാ പഴിക്കേണ്ടത്? ചിത്രനെയോ അതോ അവന്റെ സമയദോഷത്തെയോ? പക്ഷെ ചിത്രഭാനുവിന്റെ അച്ഛൻ അറിയാം ഇതിൽ ആരെയാ പഴിക്കേണ്ടതെന്ന്. കേതുർദശയുടെ മൂർധന്യത്തിൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കും. കേതുർദശയുടെ മൂർധന്യത്തിൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കും. പക്ഷെ അവസാനം അവർക്ക് മനസ്സിലാവും ഇതിൽ ആരെ കുറ്റക്കാരനാണ്.
നല്ലത് ചൊല്ലി വളർത്താൻ ആയുസുണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് ഈ ജന്മം നൽകിയത്? മരിച്ചുപോയ അമ്മ. പക്ഷെ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തിട്ട് ചുമ്മാ അങ്ങനെ രക്ഷപ്പെടാൻ ചിത്രമാന് വിചാരിക്കണ്ട. ചക്കരമാമയുടെ ഇന്ന് നല്ല വഴക്ക് കിട്ടും. നീ അതിര് വിട്ടു. പട്ടടയിലും കത്തിത്തീരാത്ത മഹാപാവ നീ ചെയ്ത്. മീൻവൈൽ അടികൊണ്ട് ഫ്ലാറ്റായ ശ്രീജിത്ത് രവി ആ പെണ്ണിനെ, ഗോപിക എന്നാണ് പേര്, ഗോപികയെ കാണാൻ വരും. പക്ഷെ ഗോപിക പറയും അവൾ അശുദ്ധമായി, ഇനി ശുദ്ധമാവണമെങ്കിൽ ചോര പുരണ്ട കൈകൊണ്ട് അവളെ താലി കെട്ടണം. ചിത്രഭാനുവിനെ കൊല്ലണം. അവന്റെ ചോര പുരണ്ട നിന്റെ കൈകൊണ്ട് നീ എന്നെ താലി കെട്ടണം. കേട്ടപാടെ ശ്രീജിത്ത് രവി മാസ് ജെട്ടിക്കകത്തുനിന്ന് ഒരു താലി എടുത്തു കൊടുക്കും. ഇതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൾ ഉണ്ണിമുകുന്ദന്റെ കുട്ടിയെ പ്രസവിക്കും. ചിത്ര, നിന്നെ വാർത്ത വെച്ച പോലെ ഉണ്ടടാ. പക്ഷെ കൊച്ചിന് ജാതകദോഷമുണ്ട്. കൊച്ചു മുട്ടുകാലിൽ എഴയുന്നെന്ന് കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചു. കുഞ്ഞു ഭൂമിയിൽ മുട്ടുകുത്തി ഇടയുന്നത് വരെ അവന്റെ പിതാവിന് ജാതകപ്രകാരം ആയുസ് കാണുന്നുള്ളൂ. അവസാനം ഒരു ദിവസം കൊച്ചു മുട്ടുകാലിൽ എഴഞ്ഞു തുടങ്ങി. കറക്റ്റ് അന്ന് തന്നെ ശ്രീജിത്ത് രവി ഉണ്ണിമുകുന്ദനെ കൊല്ലാൻ വരും. പക്ഷെ ശ്രീജിത്ത് രവി മരിച്ചു. കാരണം കൊച്ചു ഉണ്ണിമുകുന്ദന്റെ ആയിരുന്നില്ല, കൊച്ചു ശ്രീജിത്ത് രവിയുടെ ആയിരുന്നു. കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചോ എന്നല്ലേ പറയുള്ളൂ. കൊച്ചിൻ്റെ അച്ഛൻ ഉണ്ണിമുകുന്ദന്റെ ആയിരുന്നില്ല, കൊച്ചിൻ്റെ അച്ഛൻ ശ്രീജിത്ത് രവി ആയിരുന്നു. അമ്മേ മഹാമായി, രാശിഫലയെ തെളിഞ്ഞത് പരമാർത്ഥം, പിഴച്ചത് മനുഷ്യന്റെ മനക്കണക്കുകളാണ്. നിങ്ങളല്ലേ പറയാ കൊച്ചിനെ കാണാൻ ഉണ്ണിമുകുന്ദനെ വാർത്ത വെച്ച പോലെ ഉണ്ടെന്ന്. ചിത്ര, നിന്നെ വാർത്ത വെച്ച പോലെ ഉണ്ടടാ. എന്ത് കോപ്പ്. അവസാനം ഗോപിക ജയിലിൽ പോവും, ശ്രീജിത്ത് രവി മരിക്കും, ഉണ്ണിമുകുന്ദൻ നന്നാവും. അതായത് റേപ്പ് വിക്ടിം ജയിലിൽ പോവും, വിക്ടിമിന്റെ കാമുകൻ മരിച്ചു പോവും, റേപ്പിസ്റ്റ് നന്നാവും. ഡയറക്റ്റഡ് ബൈ ജ്ഞാനശീലൻ. ഈ കുടുംബചിത്രം പൂർണ്ണമാക്കുവാൻ അവൾ വരുമായിരിക്കും. കാലം മുറിവുണക്കിയ മനസ്സുമായി ഗോപിക തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനശീലൻ 2012 ഇതൊക്കെ എഴുതി വെച്ചു. ഞാൻ ചിത്രഭാനു. ഓക്കെ, അങ്ങനെ നമ്മുടെ സൂര്യ ട്രിലോജിയുടെ പാർട്ട് 1 കഴിയേക്കാണെങ്കിൽ നമുക്ക് പാർട്ട് 2ലേക്ക് പോകാം. സൂര്യവനം, ദ സോളാർ ഫോറസ്റ്റ്. ഷാങ്കിയാണ് അജിത്ത്. സിനിമ തുടങ്ങുമ്പോൾ അജിത്തിന്റെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അജിത്ത് ജിമ്മിൽ ഇരുന്ന് വൈറലൊക്കെ ഒരു കോള് വരും, ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഹലോ, അജിത് ഹിയർ. അജിത്തും അജിത്തിന്റെ 2 ഫ്രണ്ടും കമാൻഡോസ് ആണ്. ഇവരെ തന്നെ വിളിക്കുന്നതാണ് 3 കോബ്രാസ്. ഇന്ന് രാവിലെ DIG എന്നെ വിളിച്ചിരുന്നു, സൂര്യവനത്തിലെ ബന്ധികളെ മോചിപ്പിക്കുന്ന കാര്യം പറയാൻ. എന്നിട്ട് ആ ചുമതല നമ്മൾ 3 കോബ്രാസിന്. അപ്പോൾ കുറച്ച് ബന്ദികളെ തീവ്രവാദികളുടെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കോബ്രകൾക്ക് സൂര്യവനത്തിൽ പോകണം. പക്ഷേ സൂര്യവനം പോലെ ഡെൻസ് ഫോറസ്റ്റിൽ കോബ്രകൾക്ക് വഴിയെത്തിപ്പോവും. അതുകൊണ്ട് തന്നെ കോബ്രകളെ സഹായിക്കാൻ ഒരാളുടെ ആവശ്യമുണ്ട്. അയാളാണ് മാർഷൽ ജി. ആ നിലയ്ക്ക് അവിടുത്തെ ഇവര് നുക്കൻ കോർണർ അറിയാവുന്ന ഒരാളുടെ സഹായം നല്ലതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഡിപ്പെൻഡബിൾ ആയിട്ടൊരു വർഷങ്ങളായി ഞാൻ അറിയുന്ന ഒരാളുണ്ട്, മിസ്റ്റർ മാർഷൽ. ഞാൻ അദ്ദേഹത്തെ മാർഷൽ ജി എന്നാണ് വിളിക്കാറ്. ആരാ തന്റെ മാർഷൽ ജി? അതെ, ആരാ തന്റെ മാർഷൽ ജി? CR7 കോബ്രകളെയും കൊണ്ട് കാട്ടിപ്പോവും. ഒരു ദിവസം ഈ കോബ്രകളിൽ ഒരുത്തനെ കോബ്ര അടിക്കും. കോബ്ര ഇങ്ങനെ അബുസലീമിനെയൊക്കെ കടിച്ച് ചില്ല് ചെയ്ത് തിരിച്ച് മാളത്തിലേക്ക് പോകുമ്പോൾ കൊക്കേൻ അടിച്ച് ഹൈ ആയ ഒരു പെണ്ണ് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. What the fuck?
ലൈക്ക് സോറി ഫ്ലാറ്റ് മാറിപ്പോയി. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. ഈ പെണ്ണാണ് നാഗമണി. നാഗമണി ഒരു വിഷഹാരിയാണ്. നാഗമണി ഇയാളെ വിഷം തേടി ഇവിടെ. നാഗമണിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, കൊങ്കൻ. ഉൾക്കാട്ടി താമസിക്കുന്നതുകൊണ്ട് തന്നെ കൊങ്കൻ റേഞ്ച് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. എല്ലാത്തിനും ഒരു 2 സെക്കൻഡ് ഡിലേ. ഒരു ദിവസം കൊങ്കൻ ഇവർക്ക് മാനിറച്ചി കൊടുത്തായിരിക്കും. ഇത് കണ്ട CR7 കട്ട ഹാപ്പി ആവും. എന്താ നാഗമണി അത്? മാനിറച്ചി. വാ ബലേ ബേഷ്, വാ ബലേ ബേഷ്. ആൻഡ് ഈ ജോളി മൂഡിൽ ഷാങ്കി ഒരു 1 വിറ്റ് അടിക്കും. എന്താ നാഗമണി അത്? മാനിറച്ചി. വാ ബലേ ബേഷ്. നല്ല ഉഗ്രൻ സാധനമാ. മാനിറച്ചി കഴിച്ചിട്ടുണ്ടോ? ഇല്ല, മീനിറച്ചി കഴിച്ചിട്ടുണ്ട്. എന്തോ ഒന്ന് ഷാങ്കി. പക്ഷെ മാൻകറി വടത്ത് നോക്കുന്ന CR7 മനസ്സിലാവും മാൻകറിയിൽ ആരോ വിഷം കലർത്തിയിട്ടുണ്ടെന്ന്. ദേഷ്യം വന്ന CR7 കൊങ്കനെ അന്വേഷിച്ചു ചെല്ലും. അപ്പോഴാണ് മനസ്സിലാവുന്ന കൊങ്കൻ തീവ്രവാദികളുടെ ആളാണെന്ന്. കൊങ്കൻ CR7 തട്ടും. CR7 മരിക്കാറാവുമ്പോഴത്തേക്കും അവിടെ ഷാങ്കി എത്തും. ആൻഡ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് CR7 ഷാങ്കിയോട് പറയും, ഗോഡ്, നിങ്ങൾ മനസ്സ് തളരാതെ മുമ്പോട്ട് പോകണം. അടുത്ത സീൻ എന്താ പറഞ്ഞാൽ നമ്മുടെ കോബ്രാസ് ഗോപികമാരെ പോലെ നദിയിൽ നീരാടുകയാണ്. അപ്പോഴത്തേക്കും കൊങ്കനും തീവ്രവാദികളും കൃഷ്ണനെ പോലെ വന്ന് അവരുടെ തുണിയും ബാഗും അടിച്ചുകൊണ്ട് പോകും. അജിത്ത് നോക്കിക്കോ, അവൻ നമ്മുടെ മുന്നിൽ തന്നെ വന്ന് ചാടും. കൊങ്കനും തീവ്രവാദികളും ഈ ബാഗും തുണിയും മോഷ്ടിച്ച് അവരുടെ ബോസിന് കൊണ്ട് കൊടുക്കും. ഭസ്മം സ്നോർട്ട് ചെയ്യുന്ന റിസബാവയാണ് ഇവരുടെ ബോസ്. റിസ ഷാങ്കിയുടെ ബാഗ് മോഷ്ടിച്ചത് അതിനകത്തുനിന്ന് പോലീസ് എക്വിപ്മെന്റ്സ് ആയ പിസ്റ്റൾസ്, ഗ്രനേഡ്സ്, റൈഫിൾസ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ ഷാങ്കിയുടെ ബാഗ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഏഷ്യൻ ബ്രെഡും വണ്ടർ കേക്ക്, 2 പാക്കറ്റ് ബിസ്ക്കറ്റും. Oh yes, psych Shaggy. ലാസ്റ്റ് വണ്ടർ വുമൻ ഷാങ്കി കയർ ഉപയോഗിച്ച് കുറേ വില്ലന്മാരെ കൊല്ലും. അബു സലീം 69 അടിച്ച് കുറേ വില്ലന്മാരെ കൊല്ലും. ആൻഡ് മധുപാൽ, you know what happens to മധുപാൽ. പക്ഷെ മധുപാലിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചവരെ ഷാങ്കി വെറുതെ വിടില്ല. ഏതോ ഭോജ്പൂരി പടത്തിൽ കണ്ട മാസ് മൂവ് ഇട്ട് കൊല്ലും. ഹെവി. ആൻഡ് ലാസ്റ്റ് മധുപാൽ യമുനാ തീരത്ത് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഷോട്ടിൽ സിനിമ തീരും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കേസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മരണത്തിൻ്റെ കാര്യത്തിൽ ദേവ്ജിയാണ് ടോപ്പ്. ഹീസ് ദ പ്രിൻസ് ഓഫ് ഡെത്ത്. പക്ഷേ മധുപാൽ ഒട്ടും മോശമൊന്നുമല്ല. ദേവ്ജിയുടെ ഒരു ശിഷ്യനായിട്ടൊക്കെ വരും. ഹീസ് ദ അപ്രന്റീസ് ഓഫ് ഡെത്ത്. പക്ഷേ ഏത് സിനിമയിലാണ് മധുപാൽ ദേവ്ജിയെ കൊല്ലുന്നത്? ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ആദ്യം കമൻറ്റ് ബോക്സിൽ ആൻസർ ഇടുന്ന ആൾക്ക് 10 points. ഓക്കെ, അപ്പോൾ നമുക്ക് സൂര്യ ട്രിലോജിയുടെ ഫൈനൽ പാർട്ടിലേക്ക് പോകാം. സൂര്യകിരീടം, ദ സോളാർ ക്രൗൺ.
പാർട്ട് 3ലേക്ക് പോകുന്നതിന് മുമ്പ് ഗൈസ് ക്വിക്ക് എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് സ്പെയർ ചെയ്യുക. നിങ്ങൾക്ക് അപ്പൂപ്പൻ ആൻഡ് ബോയ്സിലെ നമ്മുടെ പ്രസൻറ്റേഷൻ സ്റ്റൈലും എഡിറ്റിംഗ് സ്റ്റൈലും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിസ്സാരവും ചെക്കൗട്ട് ചെയ്യണം. കാരണം എത്ര എഫേർട്ട് അപ്പൂപ്പൻ ആൻഡ് ബോയ്സിന് ഇടുന്നുണ്ടോ അത്രയും തന്നെ നിസ്സാരത്തിന് ഇടുന്നുണ്ട്. നിസ്സാരത്തിലെ ഓരോ എപ്പിസോഡിന് വേണ്ടിയും ഒരു 3 to 4 ബുക്സ് എങ്കിലും വായിക്കാറുണ്ട്. ഈ ബുക്സ് എല്ലാം വായിച്ച് തീർക്കുക എന്നുള്ളത് ഒരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ ഓഡിയോ ബുക്സ് ആയിട്ടാണ് കേൾക്കുന്നത്, ട്രാവൽ ചെയ്യുമ്പോഴും ജിമ്മിൽ പോകുമ്പോഴൊക്കെ. ആൻഡ് ഓഡിയോ ബുക്സിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് കുക്കു FM ആപ്പാണ്. കുക്കു FM ആപ്പിൽ 50,000 hours പ്ലസ് കണ്ടന്റ് ഉണ്ട്, 10,000 പ്ലസ് ബുക്സ് ഉണ്ട്, ആൻഡ് പല റീജിയണൽ ലാംഗ്വേജസിലും അവൈലബിൾ ആണ്. അവരുടെ ഇയർലി സബ്സ്ക്രിപ്ഷൻ്റെ പ്രൈസ് 399 rupees പെർ ഇയർ ആണ്. പക്ഷേ എൻ്റെ കോഡായ ANB200 ഉപയോഗിക്കുകയാണെങ്കിൽ അത് 199 rupees പെർ ഇയറിന് അവൈലബിൾ ആവും. അതായത് ഒരു ദിവസം ₹1 പോലും ചിലവാകുന്നില്ല ഒരു ബുക്ക് വായിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി കുക്കു FM ചെക്കൗട്ട് ചെയ്യുക. പല ടൈപ്പ് എല്ലാ ടോപ്പിക്സിലുള്ള ബുക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈയിടെ കേട്ടുകൊണ്ടിരുന്ന മലയാള സിനിമയെ പറ്റിയായിരുന്നു. മലയാള സിനിമയിലെ പുതിയ വേവ് ഓഫ് ഡയറക്ടേഴ്സിനെ ആക്ടേഴ്സിനെ പറ്റിയുള്ള ബുക്കാണ് മലയാളത്തിലെ ന്യൂ വേവ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മറ്റ് പല ഇൻട്രസ്റ്റിംഗ് ബുക്സും പല റീജിയണൽ ലാംഗ്വേജസിലും അവൈലബിൾ ആണ്. എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ് കുക്കു FM. അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് 3ലേക്ക് പോകാം. സൂര്യകിരീടം, ദ സോളാർ ക്രൗൺ. രമ്യ നമ്പീശൻ്റെ 3 ഫ്രണ്ട്സ് ഒരു തറവാട്ടി ചില്ലയാണ്. രമ്യ നമ്പീശൻ്റെ ഫ്രണ്ട്സാണ് മെർലിൻ, ഞാൻ പറയുന്നില്ല, നിശാന്ത് സാഗർ പറയും. ഇവൾ മെർലിൻ, മെർലിൻ എന്ന ടോം ബോയ്. ഇത് അശ്വതി, ദ സൈലന്റ് കാറ്റ്. ഇത് നീതു, ദ റൊമാൻറ്റിക് ബേർഡ്. അതെ, മെർലിൻ ആണ് ടോം ബോയ്, അശ്വതിയാണ് സൈലന്റ് കാറ്റ്, നീതു ആണ് റൊമാൻറ്റിക് ബേർഡ്, ആൻഡ് നിശാന്ത് സാഗർ ആണ് ദാറ്റ് ഈസ് ക്ലവർ വൈൻ. ക്ലെവർ വൈൻ. ദാറ്റ് ഈസ് ക്ലവർ വൈൻ. ക്ലെവർ വൈൻ. രമ്യ നമ്പീശൻ്റെ ഫ്രണ്ട്സ് തറവാട്ടിൽ ഒരേ ചില്ലിങ് ആണ്. ഞാൻ പണ്ട് സായിപ്പിന്റെ കുക്കായിരുന്നപ്പോ ഇതുപോലെ സായിപ്പിന് ചീര വെച്ച് വളർത്തി. 3-ാം ദിവസം എന്റെ ചീര കഴിച്ച സായിപ്പ് ചത്തു. 3-ാം ദിവസം എന്റെ ചീര കഴിച്ച സായിപ്പ് ചത്തു. ഈ പെണ്ണുങ്ങൾക്കൊന്നും ഒരു ഭാവമാറ്റം ഇല്ലാത്ത അയാളുടെ ചീര കഴിച്ച സായിപ്പ് ചത്തു. ഓക്കെ, മൂവിങ് ഓൺ. ഗേൾസിന് ഫ്രീക്ക് ഔട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. നീ വരുന്നുണ്ടോ? എവിടേക്കാ? ജസ്റ്റ് ഫ്രീക്ക് ഔട്ട്. സോറി ഗേൾസ്, നൗ ഇറ്റ്സ് സ്റ്റഡി ടൈം. നൗ ഇറ്റ്സ് സ്റ്റഡി ടൈം. എന്നിട്ട് അവർ ഫ്രീക്ക് ഔട്ട് ചെയ്യുന്ന കാണിക്കും. ഇതിലും ഭേദം സ്റ്റഡി ടൈം തന്നെയായിരുന്നു. സോറി ഗേൾസ്, നൗ ഇറ്റ്സ് സ്റ്റഡി ടൈം. അടുത്ത സീൻ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡി ടൈം ബ്രോ ഇല്ലേ, ഇതാണ് സ്റ്റഡി ടൈം. സ്റ്റഡി ടൈമിൻ്റെ ഹോട്ട് സീനാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ നിങ്ങളെ ഇത് കാണിച്ചതിലെ ജോക്ക് എന്താണ്? വെൽ, ദ ജോക്ക് സോൺ യു. ജോക്കൊന്നും ഇല്ല, ഞാൻ വെറുതെ ഇയാളുടെ ഹോട്ട് സീൻ ഇട്ടേ. കണ്ടോ? ഞാനോ കണ്ടു. ഇനി നമ്മുടെ ഓഡിയൻസിൽ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന യുവ മിഥുനങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. എന്തിനെ പറ്റിയാണെന്നോ? About marriage. അതെ, ഇറ്റ്സ് അബൌട്ട് മാരേജ്. ക്വസ്റ്റ്യൻ ആണ്, Marriage is made up of 3 rings. Which are they? വിച്ച് ആർ ദേ? പറ. ആദ്യത്തെ രണ്ടെണ്ണം എളുപ്പാ. 5 സെക്കൻഡ് തരാം, കമന്റ് ബോക്സിലിട്. Marriage is made up of 3 rings. Which are they? Engagement ring. Yeah, good. Then wedding ring? Right. But the third one is the most important. അറിയില്ല എന്നാ പിടിച്ചോ. അറിയില്ല? It's a ring. ഇത് ഷാങ്കിയുടെ ചളയെക്കാളിലും കഷ്ടമാണല്ലോ. ഒരു ദിവസം രാത്രി കുറച്ച് മൈൻഡ് ബ്ലോയിങ് VFX കണ്ട് രമ്യ നമ്പീശൻ പേടിക്കും. Before we proceed, I need to ask you guys something. Have you heard about telepathy? Have you heard about telepathy? Oh yeah, you have? Good. ടെലിപ്പത്തി ഇട്ട് ഈ VFX പറ്റി അന്വേഷിക്കാൻ ഷമ്മി തിലകനെത്തും.
ചില റിസർച്ച് പേപ്പേഴ്സിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഷമീത്തുള്ളതിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഡോക്ടർ സാറേ, മെഡിക്കൽ ജേർണലിലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി കുറിച്ചുള്ള തന്റെ ലേഖനത്തിൽ ഫ്യൂഷൻ തെറാപ്പി എന്ന വാക്കിനേക്കാൾ ഐ പ്രിഫർ ഡിസൊല്യൂഷൻ മെക്കാനിസം. ഡിസൊല്യൂഷൻ. ഫ്യൂഷൻ തെറാപ്പി എന്ന വാക്കിനേക്കാൾ ഐ പ്രിഫർ ഡിസൊല്യൂഷൻ മെക്കാനിസം. ഓക്കെ. ഷമീത്തിലകൻ ടെലിപ്പത്തിയിലൂടെ മനസ്സിലാക്കും ഈ തറവാട്ടിലെ VFXും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആരാണ്. അതൊരു ബ്ലാക്ക് മജീഷ്യനാണ്, ഇന്ദ്രജിത്ത്. ഷമീത്തിലകനും ഇന്ദ്രജിത്തും കണ്ടുമുട്ടും. ആൻഡ് ഷമീത്തിലകനും ഇന്ദ്രജിത്തും കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ OG ഫാൻസിൻ്റെ ഫേവററ്റ് BGM പ്ലേ. ആ BGM ആണ് വാരസുന്ദര വേയസുന്ദര. നിനക്ക് വേണ്ടി പാഴാക്കിയ സമയത്തിനും വാക്കുകൾക്കും വേണ്ടി ഞാനിന്ന് ദുഃഖിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ മറ്റൊരു നേർക്കാഴ്ച ഉണ്ടാവില്ല. ഇന്ദ്രജിത്ത് പണ്ട് മുതലേ ടെററാണ്. എന്റെ കളിപ്പാട്ടങ്ങൾ തട്ടിയെടുക്കുന്ന കുട്ടികളെ ഞാൻ വെറുതെ വിടാറില്ലായിരുന്നു. മറ്റു മാർഗമൊന്നുമില്ലെങ്കിൽ ഏത് കുതന്ത്രം ഉപയോഗിച്ചായാലും ആ കളിപ്പാട്ടം ഞാൻ നശിപ്പിക്കുമായിരുന്നു. എന്താടാ മോനെ, ഫെയർ ആയോ നീ? എന്റെ കളിപ്പാട്ടങ്ങൾ തട്ടിയെടുക്കുന്ന കുട്ടികളെ ഫെയർ ആയില്ലെങ്കിൽ ഫെയർ ആക്കാം. ഇന്ദ്രജിത്തിന് 3 കെടാവിളക്കുകളുണ്ട്. ഈ കെടാവിളക്കുകളാണ് ഇന്ദ്രജിത്തിൻ്റെ ശക്തി. കെടാവിളക്കുകൾ അണയ്ക്കാൻ വേണ്ടി നിഷാന്ത് സാഗറും സ്റ്റഡി ടൈമും പിന്നെ ഏതോ ഒരാളും കൂടെ സ്ലോ മോഷനിൽ പോകും. പക്ഷെ അങ്ങനെ ചുമ്മാ ഓഫ് ചെയ്യാൻ പറ്റില്ല. വിളക്കിന് ചുറ്റും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷെ ആ ഫീൽഡ് ഓഫ് ചെയ്യാൻ എളുപ്പമാണ്. ഭഗവാനെ ധ്യാനിച്ചാൽ മതി. ഈശ്വരനെ നന്നായി ധ്യാനിച്ച് ചെയ്തോളൂ. ലാസ്റ്റ് ഇവർ എങ്ങനെയൊക്കെയോ കെടാവിളക്കുകൾ അണച്ച് ഇന്ദ്രജിത്തിന് ഒരു മുറി പൂട്ടിയിടും. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ദ്രജിത്ത് പണ്ട് കുറേ പ്രേതങ്ങളെ ബ്ലാക്ക് മാജിക് ഇട്ട് ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ VFX പഠിച്ചൊരു പ്രേതം വന്ന് പൊളിച്ചിട്ട് പോകും. പ്രേതം ഇന്ദ്രജിത്തിനെ കളിച്ചു കൊല്ലാൻ വന്നേ. അല്ല ഗൈസ്, ഡബിൾ മീനിങ് അല്ല. പ്രേതം ആക്ച്വലി ഒരു ഗെയിം കളിക്കാൻ വന്നേ. ശിവരാമേട്ടന്റെ മുന്നിലെ ക്ലോക്കിൽ 12 മണിയാവാൻ 1 മിനിറ്റ്. 12 അടിച്ച് തീരും മുമ്പ് ഈ മുറിയിൽ നിന്ന് ശിവരാമേട്ടൻ രക്ഷപ്പെട്ടാൽ ഈ കളിയിൽ ഞാൻ തോറ്റു, അല്ലെങ്കിൽ ശിവരാമേട്ടൻ തോറ്റു. ഗെയിം കളിച്ച ശിവരാമേട്ടൻ മൂഞ്ചു. അതോടെ പടം തീരും. അങ്ങനെ നമ്മുടെ സൂര്യ ട്രിലോജി ഒരു കൺക്ലൂഷനിലേക്ക് വന്നേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് സൂര്യ ട്രിലോജിയിലെ ഏത് പടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ ഡെഫിനറ്റ്ലി ഇടുക. ഓൾസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ്, ഡബിൾ റിവ്യൂ ഉള്ള മൂവീസ് കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. മധുപാൽ ദേവ്ജിയുടെ ക്വസ്റ്റ്യൻ മറക്കേണ്ട, ക്ലൂ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഓൾസോ ഗൈസ്, നമുക്ക് നിസാരം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കുക്കു FM ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ വാ ബലേ ബേഷ്.